പ്രമുഖ ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായ KFCയുടെ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ചിക്കനിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. ഇതാണ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത്. ഇത് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത് കുട്ടിക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ പിച്ച് എടുക്കുന്നതിനിടയിൽ അതിൻ്റെ ഇടയിൽ നിന്ന് പുഴുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇതിൽ നിന്നായിരിക്കും. അങ്ങനെ മാറ്റി വെച്ചിട്ട് ഏറെ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പുഴുക്കൾ വരുന്നുണ്ടായിരുന്നു. ഇത് ഫെയറി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞുണ്ടായിരുന്നതാണ്. ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞു, ആദ്യം പുള്ളി പറഞ്ഞു അവരുടെ സാധനത്തിൽ വരത്തില്ല, പുള്ളി 300 ഡിഗ്രി സാധനത്തിൽ ഞാൻ പുറത്തുനിന്നുണ്ടെന്ന ഫുഡായിരിക്കും, അവർ ഇവിടുന്ന് ഉള്ള ഫുഡിൽ വരില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. അവർ തന്ന പാക്കറ്റ്, അവരുടെ പാക്കറ്റ്, ആ ബോക്സ് ഉൾപ്പെടെ അവിടെ ഇരുന്നത്. ഞാൻ വേറെ ഒന്നും കയ്യിൽ ഹാൻഡിൽ ചെയ്യില്ല, ഒരു ക്യാരി ബാഗ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുരളി ടെലിഫോൺ ലൈനിൽ. മുരളി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം MG റോഡിലെ KFC റെസ്റ്റോറന്റിൽ നിന്നാണ് തിരുവനന്തപുരം പാലോട് സ്വദേശി ഷിജുവിന് പുഴുവിനെ കണ്ടെത്താനായത്. ഇത് അദ്ദേഹം ഓർഡർ ചെയ്ത ഫെറി ചിക്കൻ എന്ന വിഭാഗത്തിലെ ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവിനെ ലഭിച്ചത്. കുട്ടിക്ക് വേണ്ടി ഭക്ഷണം ചെറിയ കഷ്ണങ്ങളായി മാറ്റുമ്പോഴായിരുന്നു ഭക്ഷണ പദാർത്ഥത്തിനകത്ത് നിന്ന് പുഴു പുറത്തേക്ക് കണ്ടത്. പരാതി ഇത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അദ്ദേഹം ഹോട്ടൽ അധികൃതർ ഈ സംഭവം നിഷേധിക്കുക മാത്രമല്ല ഹോട്ടലിന് വെളിയിൽ പോകാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് എത്തിയത്. മാധ്യമങ്ങളെ തടയാനായിരുന്നു ഈ ഹോട്ടൽ അധികൃതർ ശ്രമിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അവരുടെ പരിശോധനയിലും ഈ ചിക്കൻ, അതായത് ഫെറി ചിക്കൻ എന്ന വിഭാഗത്തിലെ ഭക്ഷണത്തിനകത്തു നിന്നും പുഴുക്കളെ കാണാൻ സാധിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പരിശോധന അടിസ്ഥാനത്തിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ ഭക്ഷണ പദാർത്ഥം, അതായത് ചിക്കൻ മാംസം ചെന്നൈയിൽ നിന്നായിരുന്നു ഈ KFC റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതും. ഇത് അവർ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ നമ്മളോട് പറഞ്ഞത് ഇത് ഈ ഭക്ഷണ പദാർത്ഥമായിരുന്നു ഈ ആവശ്യപ്പെട്ട ആളുടെ ടേബിളിലേക്ക് എത്തിച്ചത്. ഈ സാഹചര്യത്തിൽ വോൾട്ടേജിലും മറ്റു കാരണങ്ങളും ഇതിന് പുഴുവുണ്ടാവാം എന്നുമായിരുന്നു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഈ ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ ഉദ്യോഗസ്ഥ പരിശോധന പുള്ളിനെ കണ്ടെത്തി ആഹാരം മോശമായ ആഹാരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി ഈ ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കാനാവുക. ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ശ്രമം നടന്നതും പ്രതിഷേധത്തിനിടയാക്കി. KFCയുടെ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ചിക്കനിൽ പുഴുവിനെ കണ്ടെത്തി. ഇതേ തുടർന്ന് തിരുവനന്തപുരത്തെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് മുരളി നൽകിയത്.